ക്രിസ്തുവിന്റെ സമാധാനം നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ. വചനകിരണത്തിലേക്ക് ഏവർക്കും സ്വാഗതം. 1940 ജൂൺ 23 അമേരിക്കയിലെ ടെന്നസിയിൽ ചുമട്ട് തൊഴിലാളിയായ എഡിൻ റുഡോൾഫിനും ബ്ലാങ്ക് റുഡോൾഫിനും പൂർണ്ണ വളർച്ചയെത്താത്ത ഒരു പെൺകുഞ്ഞ് പിറന്നു. അവർ ആ കുഞ്ഞിന് വിൽമ എന്ന് പേരിട്ടു. 4-ാം വയസ്സിൽ വിൽമ പാരലൈസിസ് ബാധിച്ച് കിടപ്പിലായി. തുടർന്ന് രോഗങ്ങളുടെ ഘോഷയാത്രയായിരുന്നു. പോളിയോ, ന്യൂമോണിയ, സ്കാർലറ്റ് ഫീവർ, ഇങ്ങനെ ഓരോ അസുഖങ്ങളോടൊപ്പം ഇടതുകാലിന് സ്വാധീനക്കുറവും ഉണ്ടായിരുന്നു. കുഞ്ഞ് അധികകാലം ജീവിക്കില്ല എന്ന് വൈദ്യശാസ്ത്രം വിധി എഴുതി. പക്ഷെ അവളുടെ അമ്മ അവളുടെ മനസ്സിന് ശക്തി പകർന്നുകൊണ്ടിരുന്നു. ഒന്ന് എഴുന്നേറ്റ് നടക്കുവാൻ അവൾ ഒത്തിരി ആഗ്രഹിച്ചു. അവളുടെ ആഗ്രഹം ഒരിക്കലും സാധിക്കില്ല എന്നെല്ലാവരും പറഞ്ഞു. പക്ഷേ 9 വയസ്സായപ്പോഴേക്കും അവൾ പതുക്കെ നടക്കാൻ തുടങ്ങി. പിന്നെ അവളുടെ ആഗ്രഹം നന്നായി ഓടണമെന്നതായിരുന്നു. ഓട്ട മത്സരത്തിലൊക്കെ പങ്കെടുക്കണം. അത് അവളുടെ അത്യാഗ്രഹമാണെന്ന് പറഞ്ഞ് പലരും അവളെ കളിയാക്കി. പക്ഷേ 1956 മെൽബൺ ഒളിമ്പിക്സിൽ അവൾ 100 മീറ്റർ റിലേയിൽ വെങ്കല മെഡൽ നേടി. പക്ഷേ ലോകത്തെ മുഴുവൻ ഞെട്ടിച്ചുകൊണ്ട് 1960 റോമിലെ ഒളിമ്പിക്സിൽ 100 മീറ്റർ, 200 മീറ്റർ, 100 മീറ്റർ റിലേ എന്നിവയിൽ സ്വർണ്ണ മെഡൽ നേടി ചരിത്രം കുറിച്ചു. ഒരു ഒളിമ്പിക്സിൽ 3 സ്വർണം നേടുന്ന ആദ്യ വനിത എന്ന നേട്ടം സുവർണ ലിപികളിൽ എഴുതി ചേർത്താണ് വിൽമ റുഡോൾഫ് അന്ന് കളിക്കളം വിട്ടത്. പിന്തിരിപ്പിക്കാൻ അനേകം പേരുണ്ടാകും. തളർന്നു പോകാൻ ഒരുപാട് കാരണങ്ങളുണ്ടാകും. എല്ലാം നിന്റെ വിധിയാണെന്ന് പറഞ്ഞ് പരിഹസിക്കുന്നവർ ചുറ്റുമുണ്ടാകും. പക്ഷേ വിധിയെ തോൽപ്പിക്കാൻ, പരിഹസിച്ചവരുടെയും പിന്തിരിപ്പിച്ചവരുടെയും മുന്നിൽ ജയിച്ചു കാണിക്കാൻ മനസ്സിന്റെ ഇച്ഛാശക്തി കഴിയുമെന്ന് വിൽമ റുഡോൾഫ് ജീവിതത്തിലൂടെ കാണിച്ചു തരുന്നു. പിന്നിലേക്ക് നോക്കി ജീവിതത്തിലെ കുറവുകളെയും പരിമിതികളെയും ഓർത്ത് പരിതപിക്കുവാനുള്ളതല്ല ജീവിതം. മറിച്ച് കാണുന്ന സ്വപ്നങ്ങളെ പൂവണിയിക്കുവാൻ കഠിനമായി പരിശ്രമിച്ച് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതാണ് നമ്മുടെയൊക്കെ ജീവിതം. കഴിഞ്ഞ 1 വർഷക്കാലം എൻ്റെ ജീവിതത്തിൽ സംഭവിച്ച വീഴ്ചകളെയൊക്കെ മറന്ന് പുതിയ വർഷത്തിൽ ഞാൻ എൻ്റെ ലക്ഷ്യത്തെ മുൻനിർത്തി മുന്നോട്ട് തന്നെ പോകുമെന്ന് തീരുമാനിക്കേണ്ട സമയമാണിത്. വീഴ്ചകളിൽ നിന്നും എഴുന്നേൽക്കേണ്ട സമയമാണിത്. ഭൗതികമായി മാത്രം ഉണ്ടാകേണ്ട എഴുന്നേൽപ്പല്ല, ആത്മീയമായും ഒരു എഴുന്നേൽപ്പ് നമുക്ക് ആവശ്യമാണ്. വീണെടുത്ത് തന്നെ കിടന്നാൽ ചുറ്റും പരിഹസിക്കുന്നവരുടെയും പിന്തിരിപ്പിക്കുന്നവരുടെയും എണ്ണം കൂടുമെന്നല്ലാതെ മറ്റൊരു പ്രയോജനവുമില്ല. പക്ഷേ എഴുന്നേൽക്കാൻ ശ്രമിക്കേണ്ടത് നാം തന്നെയാണെന്ന ബോധ്യം നമുക്കുണ്ടാകണം. വീണത് പാപത്തിലാണെങ്കിലും ലോകത്തിലാണെങ്കിലും എഴുന്നേൽപ്പ് ആവശ്യമാണ്. വീഴാതെ നടക്കാൻ പഠിച്ചവർ ആരുമില്ല. വീഴ്ചകൾ നമ്മുടെ പാഠങ്ങളാണ്. കഴിഞ്ഞ വർഷത്തെ വീഴ്ചകളിൽ തന്നെ തുടരുന്നവർക്ക് പുതിയ വർഷവും ഒരു മാറ്റവുമില്ലാതെ തുടരും. എന്നാൽ എഴുന്നേൽക്കുന്നവർക്കുള്ളതാണ് പുതിയ വർഷം. ലക്ഷ്യത്തെ മുൻനിർത്തി മുന്നോട്ട് പോകുന്നവർക്കുള്ളതാണ് ഈ വത്സരം. സ്വപ്നങ്ങളെ പൂവണിയിക്കുവാൻ അവർക്കേ കഴിയും. പുതുവത്സരത്തിൽ പരിശുദ്ധ പൗലോസ്ലീഹായുടെ വാക്കുകൾ ഓർക്കാം. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു. പഴയത് കഴിഞ്ഞു പോയി, ഇതാ അത് പുതുതായി തീർന്നിരിക്കുന്നു. നമുക്ക് ക്രിസ്തുവിലാകാം, പുതിയ സൃഷ്ടിയാകാം, വീഴ്ചകളിൽ നിന്ന് എഴുന്നേൽക്കാം. പുതുവത്സരാശംസകൾ നേരുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. സൃഷ്ടിയായ എന്നെ മാറ്റണേ നാഥാ, പുതുവസ്ത്രത്തോടെന്നെ ചേർക്കണേ നാഥാ. പുതിയൊരു ജന്മം എനിക്കേകുവാൻ, പുതിയൊരു തോൽക്കുടമായിടുവാൻ, പുതു സൃഷ്ടിയായ എന്നെ മാറ്റണേ നാഥാ. പുതുവസ്ത്രത്തോടെ